ഹലോ. 2 ദിവസം മുന്നേ ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഒരു സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്ന ഒരു സേവിങ് സ്കീം സ്റ്റാർട്ട് ചെയ്തതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. സോ ആഫ്റ്റർ ദാറ്റ് വീഡിയോ ഐ വാസ് ഗെറ്റിംഗ് സോ മെനി മെസ്സേജസ് ഇൻ മൈ ഇൻബോക്സ് ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ട്. സോ ഐ തോട്ട് ഓഫ് മേക്കിംഗ് ദിസ് വീഡിയോ. എനിക്ക് അറിയാവുന്ന ഇൻഫർമേഷൻസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടിയിട്ട് ഷെയർ ചെയ്യാൻ പോവാണ് കേട്ടോ. സുകന്യ സമൃദ്ധി യോജന 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു സേവിങ് സ്കീമാണ്. പാരൻസിനോ അല്ലെങ്കിൽ ലീഗൽ ഗാർഡിയനോ ഈ ഒരു അക്കൗണ്ട് അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഒരു കുട്ടിക്ക് ഒരു അക്കൗണ്ടിനുള്ള എലിജിബിലിറ്റി മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ഫാമിലിയിൽ 2 അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള എലിജിബിലിറ്റിയേ ഉള്ളൂ. ഈ ഒരു സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് പോസ്റ്റ് ഓഫീസ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഓതറൈസ്ഡ് ആയിട്ടുള്ള ബാങ്ക്സ് ലൈക്ക് SBI, ICICI, HDFC അങ്ങനെ. 250 രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെയാണ് ഇയർലി നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. ഇതിൻ്റെ ഇടയിലുള്ള ഏതൊരു എമൗണ്ടും നമുക്ക് മന്ത്ലി ആയിട്ടോ അല്ലെങ്കിൽ വൺ ടൈം പേയ്മെൻ്റ് ആയിട്ടോ നമുക്കിതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സ്കീമാണിത്. ഡെപ്പോസിറ്റ് പീരിയഡ് വരുന്നത് 15 ഇയേഴ്സ് ആണ്. കറണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 8.2% ആണ് ഇയർലി. ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. മോസ്റ്റ് ഓഫ് ദ FD RD അതിനേക്കാളൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നമ്മൾ ഈ SSYയിലൂടെ കുട്ടികൾക്ക് കിട്ടാൻ പോകുന്നത്. ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 21 ഇയേഴ്സ് ആണ്. അതിൽ 15 ഇയേഴ്സ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ആഫ്റ്റർ 15 ഇയേഴ്സ് 6 ഇയേഴ്സ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ എല്ലാ ഇയറും നമ്മുടെ അക്കൗണ്ടിലോട്ട് ആഡ് ആയിക്കൊണ്ടേയിരിക്കും. ആഫ്റ്റർ 21 ഇയേഴ്സ് ആണ് നമ്മുടെ ഈ ഒരു അക്കൗണ്ട് മെച്യൂർ ആവുക. ആഫ്റ്റർ ദ മെച്യൂരിറ്റി ഇയർ 21 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് കിട്ടാൻ പോകുന്നത് നമ്മൾ ഈ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു പൈസയും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 8.2% എവറി ഇയർ കിട്ടിയ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റും, അതും ഈ 2 എമൗണ്ടും വിത്തൗട്ട് ടാക്സ്. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ് ഇൻ ദി സ്കീം. പാർഷ്യൽ വിഡ്രോവലും ഇതിൽ അലൗഡ് ആണ് കേട്ടോ. പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും എഡ്യൂക്കേഷൻ ആവശ്യമായിട്ടോ അങ്ങനെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു 50% എമൗണ്ട് നമുക്കിതിൽ വിഡ്രോ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു അക്കൗണ്ട് നമുക്ക് ട്രാൻസ്ഫറബിൾ ആണ്. അതായത് നമ്മുടെ പോസ്റ്റ് ഓഫീസ് ടു ബാങ്ക് ഓർ വൺ സിറ്റി ടു അനദർ സിറ്റി. ഏതെങ്കിലും ഒരു വർഷം എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് ഇതിൽ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല, ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഇനാക്റ്റീവ് ആവും. പക്ഷേ അത് പ്രശ്നമൊന്നുമില്ല. നമുക്കത് ചെറിയൊരു 250 റുപ്പീസ് അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു ഫീ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ആക്റ്റീവ് ആക്കാൻ പറ്റും. ഡോക്യുമെൻറ്റ്സ് കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ പാരൻസിൻ്റെ ID പ്രൂഫ് വേണം, അഡ്രസ് പ്രൂഫ് വേണം, പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. പിന്നെ ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. അത് നമ്മൾ എവിടെയാണോ അപ്ലൈ ചെയ്യുന്നത് അവർ തരും, അത് ഫില്ല് ചെയ്തിട്ട് കൊടുക്കണം. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ന്യൂ ബോൺ ടു 10 ഇയേഴ്സ് ആണ്. ഇതിൻ്റെ അകത്തുള്ള ഏതൊരു ഏജ് കാറ്റഗറിയിലുള്ള കുട്ടികൾക്കും നമുക്ക് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് കുറേ ഉണ്ട്. പക്ഷേ അതിലൊക്കെ ഭയങ്കര റിസ്ക്കും കൂടി നമ്മൾ എടുക്കാൻ തയ്യാറാവണം. നമുക്ക് എപ്പോഴും നമ്മൾ വിചാരിച്ച പോലെ ആ ഒരു ഇൻകം വരണമെന്നോ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ സുകന്യ സമൃദ്ധി യോജനയിൽ ഞാൻ എന്തുകൊണ്ട് എടുത്തെന്ന് പറയുന്നത്, ഫസ്റ്റ് പ്രയോറിറ്റി ഇസ് റിസ്ക് ഫ്രീ ബിക്കോസ് ഇറ്റ്സ് 100% അണ്ടർ എ ഗവൺമെൻറ്, ഇന്ത്യൻ ഗവൺമെൻറ്. സോ റിസ്ക് അതിൽ ഇല്ല. നമ്മൾ എന്താണോ എമൗണ്ട് നമ്മുടെ കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മളതിൽ ഡെപ്പോസിറ്റ് ചെയ്യണത് അത് നല്ലൊരു ഇൻട്രസ്റ്റ് റേറ്റിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് കുട്ടി ഏതാണ്ടൊക്കെ ഒന്ന് വലുതായി വരുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആവുക എന്നുള്ളൊരു നല്ലൊരു കൺസെപ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അക്കൗണ്ട് അവർക്ക് വേണ്ടിയിട്ട് എടുത്തത് കേട്ടോ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബോയ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ വല്ല സ്കീമും ഉണ്ടോ എന്നൊക്കെ. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ അങ്ങനെ ഒരു സ്കീം കണ്ടില്ല, ഓൺലി ഫോർ ബോയ്സ്. പക്ഷേ വേറെ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസ് ഉണ്ട് അണ്ടർ ഗവൺമെൻറ്. അതിൽ ബോയ്സിനും ഗേൾസിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കീംസാണ്. സ്കീംസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. പക്ഷേ അത് നമ്മൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇൻട്രസ്റ്റ് റേറ്റും റിസ്ക്കും എല്ലാം നോക്കിയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. ഞാൻ അങ്ങനെ കുറേ നാളുകൊണ്ട് നോക്കിയാണ് ഈ ഒരു സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്ന ഈ ഒരു സ്കീമിലേക്ക് എത്തിയത്. കാരണം ഇതിൽ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് നോ റിസ്ക്. നമ്മൾ എന്താണ് ഡെപ്പോസിറ്റ് ചെയ്യണത് ആ ഒരു എമൗണ്ട് നമ്മുടെ ഗവൺമെൻറ് തന്നെ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അതിലെന്തായാലും ലോസ് നമുക്ക് ഉണ്ടാവണില്ല. അതുകൊണ്ടാണ് നമ്മളിത്. പിന്നെ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് വേറെ കുറേ ഉണ്ട്. അപ്പം ചിലപ്പോൾ ഇതിനേക്കാളും എമൗണ്ട് നമുക്ക് മെച്യൂരിറ്റി ഇയറിൽ കിട്ടാൻ ചാൻസും ഉണ്ട്. പക്ഷേ യു ഹാവ് ടു ടേക്ക് ദ റിസ്ക്. സോ എനിക്കിപ്പോൾ അതിനൊരു താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഈ ഒരു സുകന്യ സമൃദ്ധി യോജന എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് എടുത്തത്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു NRI ആയിട്ടുള്ള പാരൻസിന് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു സുകന്യ സമൃദ്ധി യോജനയുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. നമ്മൾ വേറെ ഏതെങ്കിലും കൺട്രിയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഒരിക്കലും ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. എൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ വാസ് ഇൻ ദുബായ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാനിപ്പം ഇന്ത്യയിൽ തന്നെയാണ്. മൈ ഹസ്ബൻഡ് സ്റ്റിൽ ഈസ് വർക്കിംഗ് ഇൻ ദുബായ്. ഒക്കെ ഇപ്പം അക്കൗണ്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ പേരിൽ തന്നെയാണ്. എൻ്റെ പാരൻസ് തന്നെയാണ് അവർക്ക് അക്കൗണ്ട് എടുത്തിരിക്കുന്നത്.
ഇൻ കേസ് ഇൻ ഫ്യൂച്ചർ അവളുടെ സിറ്റിസൺഷിപ്പ് മാറുകയാണ്, ഏതെങ്കിലും കൺട്രിയിൽ പോയിട്ട് നമ്മൾ അവിടുത്തെ റെസിഡൻസ് ആവുകയാണ്, അങ്ങനെയെന്നുണ്ടെങ്കിൽ ആണ് നമുക്കിവിടെ ഒരു പ്രോബ്ലം വരാൻ പോകുന്നത്. അതായത് അവരുടെ ഓട്ടോമാറ്റിക്കലി അവരുടെ ഈ ഒരു അക്കൗണ്ട് ക്ലോസ് ആവും. ഇൻ കേസ് ഇൻ ഫ്യൂച്ചർ നമുക്ക് ഈ സിറ്റിസൺഷിപ്പ് മാറുകയാണെന്നുണ്ടെങ്കിൽ അതുവരെ വേറെ കുഴപ്പമൊന്നുമില്ല ആസ് പെർ മൈ നോളജ്. ഇതിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് അറിയില്ല. ഇഫ് യു നോ അബൌട്ട് ദിസ് ജസ്റ്റ് പ്ലീസ് ലെറ്റ് മീ നോ. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് എല്ലാം ഓൺലൈൻ വഴി തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. ഫസ്റ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമുക്ക് ഏതെങ്കിലും ബ്രാഞ്ചിൽ പോയി ചെയ്യേണ്ടി വരുന്നത്. അതിനുശേഷം നമ്മൾ ഒരു NEFT അക്കൗണ്ട് നമുക്ക് കിട്ടും കുട്ടിയുടെ പേരിൽ, അതിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. ദാറ്റ്സ് ഓൾ. ഇഫ് യു ഹാവ് എനി അതർ ഡൗട്ട്സ് ജസ്റ്റ് ലെറ്റ് മീ നോ ഇൻ കമൻറ്റ്സ്. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും.